ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. എത്ര പറഞ്ഞാലും സംശയം തീരാത്ത ഒരു ടോപ്പിക്കാണ് പശുപാലിനെ കുറിച്ച്, അല്ലേ? നമ്മൾ കുറേ ക്വാൻറ്റയിൽ ചെയ്തിട്ടുണ്ടെങ്കിലും ആൾക്കാർക്ക് കൂടുതൽ എപ്പോൾ കൊടുക്കാം, എങ്ങനെ കൊടുക്കണം, നേർപ്പിക്കണോ, ഏത് പ്രായം മുതലാണ് കൊടുത്താൽ കുഴപ്പമുണ്ടോ, അങ്ങനെ നൂറ് സംശയങ്ങൾ. അപ്പം ഞാൻ വിചാരിച്ചു അതിനെല്ലാം കൂടുതലാക്കിയിട്ട് നമുക്കൊരു വീഡിയോ അങ്ങ് ചെയ്തേക്കാം എന്ന് വിചാരിച്ചു. അപ്പം അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ കാണുന്ന പേഷ്യൻസിൽ ചില കുട്ടികളുണ്ട്, മെയിനായിട്ട് അവർ കഞ്ഞിയൊക്കെ ആയിരിക്കും കുടിക്കുന്നത്, ഒന്നോ രണ്ടോ നേരം കഞ്ഞി, പിന്നെ ബാക്കി നേരം മൊത്തം പശുമ്പാൽ നേർപ്പിച്ചിട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. യൂഷ്വലി ഈ ഒരു തിരികെ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു ഏജ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിലാണ്. ചിലർ പശുമ്പാലിനെ നേരത്തെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ടാവും. അമ്മയുടെ പാല് തികയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചിലർ നേരത്തെ പശുമ്പാൽ കൊടുത്തു തുടങ്ങുന്നതാണ്. ചിലര് പശുമ്പാല് കൊടുത്ത കുട്ടിക്ക് കഫക്കെട്ടാന്ന് പറഞ്ഞിട്ട് കുഞ്ഞിന് ഇഷ്ടമായിട്ട് പോലും വലിയ കുട്ടികൾക്കൊന്നും പശുമ്പാല് കൊടുക്കാതെ വെച്ചിരിക്കുന്നവരുണ്ട്. അപ്പൊ ഇങ്ങനെയെല്ലാം പല ടൈപ്പ് ഓഫ് ആൾക്കാരാണ് നമ്മുടെ ഇടയിൽ. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ചൊന്ന് നോക്കാം, അല്ലെ? അപ്പൊ ഓരോ മൃഗങ്ങളുടെ പാലും ആ മൃഗത്തിന്റെ കുഞ്ഞിന് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുക എന്നാണ്. പശുവിന്റെ പാല് പശുക്കുട്ടിക്ക്, നമ്മുടെ മനുഷ്യരുടെ പാല് മനുഷ്യൻകുട്ടിക്ക് എന്നുള്ള രീതിയിൽ. അപ്പൊ അതിന്റെ കമ്പോണൻസ് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ 100 ml ബ്രസ്റ്റ് മിൽക്കിൽ 1.1 പ്രോട്ടീൻ്റെ കണ്ടന്റ്. ആ സമയത്ത് കൗസ് മിൽക്കിലാണെങ്കിൽ ഇതിൻ്റെ 3 ടൈം കൂടുതലാണ്, 3.3 ആണ് അതിൻ്റെ പ്രോട്ടീൻ കണ്ടന്റ്. അപ്പം നമുക്കിതിന്ന് എന്താണ് മനസ്സിലാവുന്നത് എന്ന് വെച്ചാൽ, നമ്മുടെ മനുഷ്യൻ്റെ കുട്ടികൾക്ക് പെട്ടെന്ന് ദഹിക്കുന്നതും ഡൈജസ്റ്റ് ചെയ്യുന്നതും ബോഡിക്ക് ആവശ്യമുള്ളതുമായ നല്ല തരം അമിനോ ആസിഡ് അടങ്ങിയിരിക്കുന്ന, അതായത് നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള അമിനോ ആസിഡ്, പ്രോട്ടീൻ്റെ ചെറിയ ഘടകങ്ങളാണ് അമിനോ ആസിഡ് അടങ്ങിയിരിക്കുന്നതാണ് നമ്മുടെ പാല്. അപ്പം നമ്മുടെ അങ്ങനത്തെ ഒരു കുഞ്ഞിൻ്റെ വയറ്റിലേക്ക് 3 മടങ്ങ് കൂടുതലുള്ള ഒരു പ്രോട്ടീൻ്റെ സാധനം ചെറിയ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ, അത് കുഞ്ഞിൻ്റെ വയറിന് ടോളറേറ്റ് ചെയ്യാൻ പറ്റിയത് വരില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? കുഞ്ഞിൻ്റെ വയറിലെ കോശങ്ങൾ ചെറുതായിട്ട് നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. യൂഷ്വലി ഞാൻ ഈ 1 വയസ്സിൻ്റെ ഉള്ളിലുള്ള കുട്ടികളുടെ കാര്യമാണ് ഈ പറയുന്നത്. നശിച്ചു പോകും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യും? വയറിന്ന് ദഹനക്കേട്, വയറ് വീർപ്പ്, വയറിന്ന് ബ്ലഡ് പോവുക, അങ്ങനെയുള്ളതുണ്ടാവും. ഈ പ്രോട്ടീൻ കിഡ്നിയിലെത്തുമ്പോൾ കിഡ്നിക്ക് ഭയങ്കര ഓവർലോഡായിട്ട് പോകും. അപ്പോൾ കിഡ്നിയുടെ പ്രവർത്തനത്തെയും ഒക്കെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. സോ ചുരുക്കത്തിൽ എന്താണ് നമ്മളെല്ലാവരും അറിയേണ്ടത്? 1 വയസ്സ് വരെയുള്ള കുട്ടിയുടെ ശരീരം പശുമ്പാല് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. അപ്പം നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും, പൊടിപ്പാലൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ, അതൊക്കെ കുറച്ചുകൂടി പ്രോസസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ്, കുഞ്ഞിൻ്റെ രീതിയിലേക്ക് മാറ്റി ചെയ്യപ്പെട്ട സാധനങ്ങളാണ്. അതും നമ്മൾ എപ്പോഴും പറയാറില്ലേ, ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനും ഡോക്ടർ കുഞ്ഞിനെ കണ്ടതിന് ശേഷം മാത്രമേ അതിനെക്കുറിച്ച് തീരുമാനിക്കാവൂ എന്നുള്ളത്. ഓക്കെ. ഇനി ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറില്ലേ, 2 വയസ്സ് വരെ നിങ്ങൾ അമ്മയുടെ പാല് തന്നെ കൊടുക്കും. പാലിൻ്റെ ഒരു ഇത് മീറ്റ് ചെയ്യാൻ അത് മതി. അതുവരെ ബാക്കി ഭക്ഷണവും ഫ്രൂട്ട്സും ജ്യൂസസും അങ്ങനത്തെയൊക്കെ കൊടുത്തിട്ട് 2 വയസ്സിന് ശേഷം മാത്രം ബാക്കി മൃഗങ്ങളുടെ പാല് എസ്റ്റാബ്ലിഷ് ചെയ്യുമെന്ന്. ചിലർക്ക് എന്നാലും ഒരു സംശയമാണ്, പാല് തീരെയില്ല, വർക്കിംഗ് മദേഴ്സ് ആണ്, നമുക്ക് പകലൊന്നും കുഞ്ഞിൻ്റെ കൂടെ തീരെ നിൽക്കുന്നില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ചിലർക്ക് ബാക്കി ഇപ്പം ടിന്നിലുള്ള പാലുകളൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരും ആയിരിക്കില്ല, അല്ലേ? നമ്മളെല്ലാവരും പലതരത്തിലല്ല. അങ്ങനെയുള്ളവർ ചോദിക്കാറുണ്ട് പശുവിൻ പാല് കൊടുക്കാവോ എന്നൊക്കെ. യാതൊരു നിവൃത്തിയില്ല, നിങ്ങൾ വർക്കിങ്ങിന് പോകുന്ന ആൾക്കാരാണ്, കുഞ്ഞും ബാക്കിയൊന്നും കഴിക്കുന്നില്ല, അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ 1 വയസ്സിന് ശേഷം നിങ്ങളുടെ പീഡിയാട്രിഷ്യനോട് ഡിസ്കസ് ചെയ്ത ശേഷം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. മനസ്സിലായോ? പശുവിൻ്റെ പാലിനെ കുറിച്ചാണ്. അത് വേറൊരു നിവൃത്തിയില്ലെങ്കിലാണ് ഞാൻ ഈ പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി 2 വയസ്സിന് ശേഷം കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റും. കുട്ടിയുടെ കിഡ്നി മെച്ചുവറായിട്ടുണ്ടാവും, കുടൽ മെച്ചുവറായിട്ടുണ്ടാവും. ഇതിനെയെല്ലാം വിഘടിപ്പിക്കാനും ദഹിപ്പിക്കാനുമുള്ള കഴിവ് നമ്മുടെ കുഞ്ഞിനുണ്ട്. അപ്പോൾ പാലിൽ നിന്ന് എന്തൊക്കെ കുട്ടിക്ക് കിട്ടും? കാലറി കിട്ടും, ഫാറ്റ്, പ്രോട്ടീൻ കിട്ടും, അങ്ങനെ കാൽസ്യം കിട്ടും. അപ്പോൾ വൈറ്റമിൻ ഡി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുട്ടിക്ക് വെറും ഒരു പാല് എന്നുള്ള കണ്ടന്റിൽ നിന്ന് അത്യാവശ്യ എമൗണ്ടുകളെല്ലാം കുട്ടിക്ക് കിട്ടും. പക്ഷെ അയണൊന്നും അത്രയില്ല പാലിൽ കേട്ടോ. ബാക്കി എല്ലാ ഘടകങ്ങളും അത്യാവശ്യം കിട്ടും. അപ്പോൾ 2 വയസ്സിന് ശേഷം നമ്മുടെ കുട്ടി 1 കപ്പ് പാല്, മാക്സിമം ഒരു 200 ml പാല് ഒരു ദിവസം കുടിച്ചാൽ അത് കുഞ്ഞിന് നല്ലതാണ്. എല്ലിനും മസിലിനും വളർച്ചയ്ക്കൊക്കെ അത് നല്ലതാണ്. ഇനി അത് കുടിക്കാത്ത കുട്ടികൾക്ക് ഇത്രയും ഘടകങ്ങൾ നിങ്ങൾ ബാക്കിയുള്ള ഫുഡിൽ നിന്ന് കൊടുക്കുകയാണെങ്കിലും വലിയ കുഴപ്പമില്ല. പക്ഷെ കുഞ്ഞിന് പാല് ഇഷ്ടമായിട്ട് കൊടുക്കാത്ത ചിലരുണ്ട്, കഫക്കെട്ട് വരുമെന്ന്. അപ്പം അങ്ങനത്തെ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിതൊന്ന് കൊടുത്തു നോക്കൂ. കൊടുത്തു നോക്കിയിട്ട് കുഞ്ഞെങ്ങനെ ടോളറേറ്റ് ചെയ്യുന്നുണ്ടോ നോക്കും. എല്ലാ പ്രാവശ്യം പശുമ്പാല് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കഫക്കെട്ട് അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അതിൻ്റെ പ്രോട്ടീനുള്ള അലർജി ആയിരിക്കാം. അങ്ങനത്തെ കുഞ്ഞുങ്ങൾ വളരെ കുറച്ച് അപൂർവമാണ്. അങ്ങനെയുണ്ടെങ്കിൽ നമ്മുടെ ആ കുഞ്ഞിന് പാല് കൊടുക്കണ്ടെന്ന് വെക്കാം. അല്ലാത്ത കുഞ്ഞിന് ചിലപ്പോൾ ഇത് ബന്ധമേ ഉണ്ടാവില്ല. വീട്ടിൽ വേറൊരു കുട്ടിക്ക് പനിയും ജലദോഷം ഉള്ളപ്പോഴായിരിക്കും നമ്മുടെ കുഞ്ഞിന്
കഫക്കെട്ടൊക്കെ വന്നത്. അപ്പം നമ്മളത് കൂടി പാലിന് വേണ്ടി അട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇഷ്ടമുള്ള കുഞ്ഞിന് നിങ്ങൾ കൊടുക്കാതിരിക്കരുത്. നിങ്ങൾക്ക് അത് കൊടുക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ കൊടുത്ത ആദ്യത്തെ 2-3 ദിവസം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമോ നോക്കൂ. ഉണ്ടാവുന്നില്ലെങ്കിൽ നിങ്ങളത് കണ്ടിന്യൂ ചെയ്ത് പോയിക്കോളും. ഇനി നെക്സ്റ്റ് കാര്യം, കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ അതിൻ്റെ അർത്ഥം എപ്പോഴും ഈ പശുപാൽ തന്നെ കൊടുക്കാം എന്നുള്ളതല്ല. എപ്പോഴും ഈ പാല് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക, കുഞ്ഞ് ബാക്കി ഭക്ഷണങ്ങൾ, ഇത് ഭയങ്കര ഒരു ഫില്ലിങ് എഫക്റ്റാണ്, ബാക്കി ഭക്ഷണം കഴിക്കില്ല. ബാക്കി ഭക്ഷണം കഴിക്കാത്തപ്പോൾ കുഞ്ഞിന് ബാക്കി ഭക്ഷണങ്ങളിൽ പോഷകാഹാരക്കുറവുണ്ടാവും. പാലിൽ പ്രത്യേകിച്ചും അയണില്ല. അയണില്ലാത്തപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതാണ് വിളർച്ച, അനീമിയ എന്ന് പറയുന്ന കാര്യം. അത് മെയിൻലി അയണിൻ്റെ കുറവ് കൊണ്ടാണ്. അപ്പോൾ അയണടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ കഴിക്കാതെ പാലുകളൊക്കെ മാത്രം കൊടുത്തുകൊണ്ടിരുന്ന ഇങ്ങനത്തെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ എപ്പോഴെപ്പോഴും കൊടുക്കാതിരിക്കുക, ഒരു നേരം മാത്രം കൊടുക്കുക. പിന്നെ എൻ്റെ ഒരു ചെറിയൊരു സജഷൻ, ഇപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നും എനിക്ക് തോന്നിയത് രാവിലെ കൊടുക്കാതിരിക്കുക. രാവിലെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവർ ഉച്ചവരെ ഒന്നും കഴിക്കില്ല പാൽ. അപ്പോൾ രാത്രി എല്ലാ മീൽസും കഴിഞ്ഞിട്ട് ഉറങ്ങാൻ നേരത്തേട്ട് 1 കപ്പ് പാൽ കൊടുക്കുക എന്നുള്ളത് ഒരു റുട്ടീനാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി സൗണ്ട് സ്ലീപ്പും കിട്ടും, അത് കുഞ്ഞിന് ശരീരത്തിൽ പിടിക്കുകയും ചെയ്യും. അത് എൻ്റെ ഒരു സജഷനാണ്, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റിമറിക്കാം. ഇനി അടുത്തൊരു ഡൗട്ടാണ് നേർപ്പിച്ച് കൊടുക്കണോ എന്നുള്ളത്. നേർപ്പിച്ച് കൊടുക്കുമ്പോൾ നമുക്കറിയാം പാലിൽ തന്നെ അത്യാവശ്യം വാട്ടർ കണ്ടന്റ് ഉണ്ട്. ഇനി നമ്മുടെ വകയും കൂടിയും കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്താൽ കുഞ്ഞിൻ്റെ വയറ് നിറയാന്നുള്ളതല്ലാതെ അതിന് ആവശ്യമുള്ള കമ്പണന്റ് കുറച്ചേ കിട്ടുള്ളൂ. അതുകൊണ്ട് നേർപ്പിക്കാതെ കൊടുക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. പ്രത്യേകിച്ചും നിങ്ങളുടെ കുഞ്ഞിന് പോഷകാഹാരക്കുറവുണ്ട്, വയസ്സിനനുസരിച്ച് വെയിറ്റ് ഇല്ലാത്ത കുട്ടിയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കുട്ടികൾക്ക് നിങ്ങൾ നേർപ്പിക്കാതെ കൊടുക്കുക, ഡയറക്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ എപ്പോഴും വേവിക്കണം, നന്നായിട്ട് പാല് തിളപ്പിക്കണം. ജസ്റ്റ് ബോയിൽ ചെയ്തിട്ട് എടുക്കരുത്, നന്നായിട്ട് തിളപ്പിച്ച പാലായിരിക്കണം കൊടുക്കേണ്ടത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ 1 വയസ്സിന് ശേഷമുള്ള കാറ്റഗറിയിലെ കൂടുതൽ ആൾക്കാരും പാല് നേരിട്ട് കൊടുക്കാതെ കുറുക്കിലും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരാണ്. അത് ഇത്തിരിയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം, അതും നന്നായിട്ട് കുക്ക് ചെയ്യണം. വെറുതെ കുറച്ച് പാൽ ഒഴിക്കാതെ നമ്മൾ നോക്കുക. റോ മിൽക്ക് കൊടുക്കാതിരിക്കുക. ഇപ്പോൾ ഷെയ്ക്ക് അടിച്ചിട്ടും അങ്ങനത്തെയൊക്കെ റോ ആയിട്ടുള്ള മിൽക്ക് കൊടുക്കാതിരിക്കുക. പിന്നെ എപ്പോഴും നമ്മൾ 9 മാസം മുതൽ ഒരു 3 വയസ്സ് വരെ, പീക്ക് ഒരു 2 വയസ്സൊക്കെ ആകുമ്പോൾ ഈ കുട്ടികൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ അനീമിയ, വിളർച്ച ഉണ്ടാവുന്ന കുട്ടികളുണ്ട്. അങ്ങനത്തെ കുട്ടികൾക്ക് നിങ്ങൾ അയൺ എന്തായാലും നിങ്ങളുടെ ഡോക്ടർ പറയുമ്പോൾ നിങ്ങൾ കൊടുക്കണം. അയൺ കൊടുത്തതിൻ്റെ കൂടെ തന്നെ പാല് കൊടുക്കാതിരിക്കാം. എപ്പോഴും കാൽസ്യം കണ്ടെയ്നിങ് സാധനങ്ങൾ, കാൽസ്യം അടങ്ങിയ സാധനങ്ങൾ അയണിൻ്റെ ആകിരണത്തിനെ ബ്ലോക്ക് ചെയ്യും. സോ പാലിൻ്റെ കൂടെ അയൺ കൊടുക്കാതിരിക്കുക. അയൺ ഒരു നേരത്ത് കൊടുക്കുക, അല്ലാത്ത സമയത്ത് നമ്മൾ പാല് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പാലിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ അവസാനമായിട്ട് ഞാൻ ഒന്നുകൂടി പറഞ്ഞോട്ടെ, നമുക്ക് എല്ലാവർക്കും അറിയണം, മൃഗങ്ങളുടെ പാല്, പശുവിൻ്റെ പാല് അതിൻ്റെ കുട്ടികൾക്കാണ്, നമ്മുടെ പാല് നമ്മുടെ കുട്ടികൾക്ക്. അപ്പം നമ്മളുടെ പാല് തന്നെ മാക്സിമം കൊടുക്കാൻ നോക്കുക. 2 വയസ്സിന് ശേഷം ഒരു കാൽസ്യം ഒക്കെ കിട്ടട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇതും കൊടുക്കാം. അപ്പോൾ എപ്പോഴും ഒരു ഡൗട്ട് ഉണ്ടാവും അല്ലേ, നെയ്യ് കൊടുക്കാമോ? നെയ്യ് മെയിൻലി ഫാറ്റാണ്. അത് ഈ പറയുന്ന പോലെയുള്ള അലർജീസും വയറിനുള്ള ഇഞ്ചുറിയും കിഡ്നിക്കുള്ള പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. അപ്പം നെയ്യ് നിങ്ങൾക്ക് കൊടുക്കാം. ബട്ടർ കൊടുക്കാം. ചീസും കൊടുക്കാം. തൈരും കൊടുക്കാം. തൈരിൽ നല്ല ലാക്ടോബാസിലസ് എന്നുള്ള സാധനം, നല്ല പ്രോബയോട്ടിക്സ് ഒക്കെ അടങ്ങിയിരിക്കണം. പ്രോബയോട്ടിക് എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ദഹനത്തിനൊക്കെ സഹായിക്കുന്ന നല്ല തരം ബാക്ടീരിയ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പക്ഷേ പാലിൻ്റെ കാര്യത്തിലുള്ള പ്രോബ്ലം ഇതൊക്കെയാണ്. ഇനി നിങ്ങളുടെ സജഷൻസും കമൻസും, നിങ്ങൾ എങ്ങനെയാണ് പാല് കൊടുക്കുന്നത്, അതൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഡിസ്കസ് ചെയ്യൂ. ബാക്കി എല്ലാ പാരൻസിനും അത് ഉപകാരമായിട്ട്. പുതിയൊരു ടോപ്പിക്കായിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.